അടിച്ചുകൊണ്ട് അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ യേശുവുണ്ട്. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ യേശുവുണ്ട്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എന്നുള്ളിൽ ഉണ്ടാകുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പം സാഹചര്യം, ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്? സാഹചര്യത്തിൻ്റെ മേൽ വിശ്വാസം കൊണ്ട് വിജയം പ്രാപിക്കുന്ന പ്രാർത്ഥനയാണ്. സാഹചര്യം ആരുണ്ടാക്കുന്നതാണ്? മനുഷ്യന്മാരുണ്ടാക്കുന്നതാണ്. സാഹചര്യം ആരാ മാറ്റണത്? വിശ്വാസി മാറ്റും സാഹചര്യം. ഇപ്പം ചില സമയത്ത് എനിക്ക് തോന്നുകയെ, ഇപ്പം കർത്താവ് യോഹന്നാൻ 10:10 വചനമില്ലേ? എന്താ വചനം? കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും. അപ്പോഴേ ഈശോ ഇടയനെക്കുറിച്ച് പറയുമ്പോൾ അടുത്ത വചനം എന്താ പറയണത്? ഞാൻ നല്ല ഇടയനാകുന്നു. അപ്പം കർത്താവ് നല്ല ഇടയനാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇടയന്മാർ വേറെ ഉണ്ട്. അവരാരാണ്? കള്ളന്മാരാണ്. നാട്ടിലെ സംഭവമാണത്. കർത്താവിൻ്റെ വചനങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകുന്ന വിഷയം, എല്ലാ വചനങ്ങൾക്കും ഒരു ഗ്രാമീണമായിട്ടുള്ള സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടാകും. മീനിൻ്റെ ഉളുമ്പും ഉണ്ടാവും, ഞാറിൻ്റെ ചൂരും ഉണ്ടാകും. കർത്താവിൻ്റെ വചനങ്ങളെല്ലാം മനുഷ്യൻ്റെ വേർപ്പിൻ്റെ മണവും ഉണ്ടാവും. അതാണ്. ഇപ്പം നല്ല ഇടയനാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതുകൊണ്ടാണ്. ഓപ്പോസിറ്റ് എന്താണ്? മോശമായിട്ടുള്ള ഇടയന്മാർ. അവരാരായിരിക്കും? അവർ ആടിനെ കക്കും, ആടിനെ മോഷ്ടിക്കും. അതായത് മോഷ്ടിക്കാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഇടയന്മാർ പൊതുവെ അക്കാലങ്ങളിൽ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെയുള്ള ആൾക്കാർ ആയിരുന്നു. ആദ്യകാലങ്ങളിലൊക്കെ ഇവർ വലിയ ഉയർന്ന നിലവാരമുള്ള ആൾക്കാരായിരുന്നു ഇടയന്മാർ. കാര്യം യേശാവിൻ്റെ കാലത്തൊക്കെ ചരിത്രം പറയുമ്പോൾ അതുപോലെ അല്ലെങ്കിൽ നമ്മൾ കായൻ്റെ ചരിത്രം പറയുമ്പോൾ കായൻ കൃഷിക്കാരനും ആബേലും ഇടയനുമായിരുന്നു അല്ലേ? ഇടയന്മാർക്ക് ദാവീദും ഇടയനായിരുന്നു. ഇവർ ഈജിപ്തിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം അവിടെ ഇടയന്മാർക്ക് വിലയൊന്നും ഇല്ലാതിരുന്നു, കർഷകർക്കാണ് വില. അപ്പോൾ അവർ തിരിച്ചു വന്നപ്പോൾ റൂബൻ്റെ മക്കൾ മാത്രമേ പിന്നെ ആട്ടിടയത്തിന് പരിപാടിക്ക് പോയുള്ളൂ. അവർക്ക് പിന്നെ എല്ലാം ഓഫീസ് ജോലിയായിരുന്നു താല്പര്യം, കൃഷി ജോലിയൊക്കെയാണ്. ഈജിപ്തിൽ പോയിട്ടും തിരിച്ചു വന്നപ്പോൾ, ഈ കാനഡയിലൊക്കെ പോയിട്ടും തിരിച്ചു വന്നിട്ട് പിന്നെ മലയാളിയായിട്ട് ജീവിക്കാൻ വലിയ പാടായിരിക്കും മിക്കവാറും. കാരണം ഇസ്രായേൽ ചരിത്രത്തിൽ അങ്ങനെ സംഭവിച്ചതാണ്. ഇടയന്മാർക്ക് നല്ല വിലയുണ്ടായിരുന്നു ആ സമൂഹത്തിലെ. ഇവർ ഈജിപ്തിൽ പോയി 400 കൊല്ലം താമസിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ ഇവരാരും ഇടയന്മാരായില്ല. ആ ജോലി ഉപേക്ഷിച്ചവരെ അവർ കർഷകരായി, അവരെപ്പോലെ കർഷകരായി. പിന്നെ ദാവീദിൻ്റെ കാലം വന്നപ്പോൾ ദാവീദ് മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത് ഇടയൻ. ബാക്കി ജെസ്സയുടെ എല്ലാ മക്കളും കൃഷിപ്പണിയും യുദ്ധം ആയിട്ട് നടന്ന ആൾക്കാരാണ്. പക്ഷെ കർത്താവിൻ്റെ കാലം വരുമ്പോൾ ഇടയന് വീണ്ടും താഴേക്ക് വരും, സാമ്പത്തികമായി തകർന്നു പോകും. കള്ളന്മാർ വരെ ഉണ്ടാവും അതിൻ്റെ അകത്ത്. ചില ബൈബിൾ പണ്ഡിതന്മാർ പറയണത് ഇടയന്മാരുടെ കൂട്ടത്തിൽ നല്ല ശതമാനം കള്ളന്മാരുണ്ടായിരുന്നെന്ന് പറയണം. അതുകൊണ്ടാണ് ഈശോ അങ്ങനെ പറഞ്ഞതെന്ന്. ഞാനെന്താ പറയണമെന്നറിയാവോ? ഞാൻ ചില സമയത്ത് ഓർക്കുകയെ, ഇടയന്മാരെ കള്ളന്മാരായിട്ടാണ് ബൈബിളിൽ പറയണത്. പക്ഷെ ഇവരെങ്ങനെ കള്ളന്മാരായി? ഇടയന്മാരെ കള്ളന്മാരാക്കിയ സാഹചര്യം എന്താ? നല്ല ആൾക്കാരല്ല, നല്ല പ്രതാപത്തോടെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യ സമൂഹമാണ് കർത്താവിൻ്റെ കാലത്ത് കള്ളന്മാരായിട്ട് മാറണത്. ഒരു സമൂഹത്തിൽ അങ്ങനെ സംഭവിക്കും. നിങ്ങൾ തന്നെ പറയത്തില്ല, ഞങ്ങളുടെ അപ്പൂപ്പന്മാർക്കൊക്കെ നല്ല പ്രതാപം ഉണ്ടായിരുന്നതാണ്, പൊന്നും പണവും ഒക്കെ ഉണ്ടായിരുന്നതാണ്. 2 മാസം കൊണ്ട് ഇത് കയറിയാലും തെങ്ങ് കയറി തീരത്തില്ല എന്നൊക്കെ പറയലേ. പിന്നെ താഴേക്ക് വരുന്നതാണ് ഒരു കാലഘട്ടത്തിൽ. അധികാരമോ പണമോ ഉൽപ്പാദന മേഖലകളോ കൈയാളിയവർ മഹാപിശുക്കന്മാരായി തീർന്ന ആട്ടുമുതലാളിയൊക്കെ, കർത്താവിൻ്റെ കാലത്തെ ആടുമുതലാളിമാരൊക്കെ സ്വന്തം മകന് പോലും ഒരു കുഞ്ഞാടിനെ കൊടുക്കാത്ത പിശുക്കന്മാരായിരുന്നു. കർത്താവിൻ്റെ കഥയിലുണ്ടത്. ലൂക്കാ 15:29
ഒരു കുഞ്ഞാടിനെ പോലും എനിക്ക് തന്നില്ലെന്ന് പറഞ്ഞത് ആരാ? മകനാണ് പറയണത്. മകന് പോലും കുഞ്ഞാടിനെ പോലും കൊടുക്കാത്ത ആട്ടുമുതലാളിമാരെ ആണ് ഇടയന്മാരെ കള്ളന്മാരാക്കിയത്. സ്വന്തം ജോലി, കർത്താവ് ആ കഥ വേറെ ഉദ്ദേശത്തിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലും അവിടുത്തെ സാമൂഹ്യ സിറ്റുവേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ സ്വന്തം മകന് പോലും ഒരു ആട്ടിൻകുട്ടിയെ പോലും കൊടുക്കാത്ത ആട്ടുമുതലാളിമാരെ ആണ് ഇടയന്മാരെ കള്ളന്മാരാക്കിയത്. കാര്യം അവർക്ക് കക്കാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, സാഹചര്യം. വി ആർ സ്പീക്കിംഗ് അബൌട്ട് ദ സിറ്റുവേഷൻ. ഓരോ കാലത്തും മനുഷ്യൻ്റെ സാമൂഹ്യ സാഹചര്യം ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ അതാത് കാലത്ത് മാറി വരുന്ന അന്തർദേശീയ വ്യാപാരത്തിൻ്റെയോ ജോലി സാധ്യതയുടെയോ ഉൽപ്പാദന മേഖലയുടെയോ എല്ലാം ഭാഗമായിട്ട് സാഹചര്യങ്ങൾ മാറി മാറി വരും. സാഹചര്യങ്ങൾ എങ്ങനെ മാറി മാറി വന്നാലും വിശ്വാസി സാഹചര്യത്തെ അതിജീവിക്കണമെന്നാണ് കർത്താവിൻ്റെ വചനം. അതാണ് പറയുന്നത്, സുവിശേഷം പ്രസംഗിക്കുക, വിശ്വാസം പ്രഖ്യാപിക്കുക. സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിൽ സാഹചര്യം നമ്മളെ സ്വാധീനിക്കില്ല. സാഹചര്യം നമുക്ക് വിധിയില്ല. വേറെ ഒരു സമൂഹത്തിൽ ആൾക്കാർ വിധിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, നമ്മൾ വിധി തിരുത്തതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. ലോകത്തിൻ്റെ ഭഗദയത്തെയും വിധിയെയും തിരുത്തിയതാരാണ്? കർത്താവ് യേശുക്രിസ്തു ആണെങ്കിൽ അവൻ വിശ്വസിക്കുന്നവർ ജീവിതത്തിൻ്റെ വിധിയെ തിരുത്തി എഴുതും. കൈ അടിച്ച് കർത്താവ്